കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ദൈവവചന കേൾവിയിലും പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ സഹകരിക്കുന്ന എല്ലാ ബഹുമാന്യ കർത്തൃദാസന്മാർക്കും ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ സ്നേഹിതന്മാർക്കും സ്നേഹിതമാർക്കും വേഗപ്പെടുത്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹബന്ധനവും പുതുവർഷാശംസകളും ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. കർത്താവിന്റെ പാദപീഠത്തിൽ ശനിയാഴ്ച തോറും രാവിലെ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടവ് നിൽക്കുവാനും ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ അവസരം ലഭിക്കുന്ന ദൈവമക്കളെ വളരെ ഭാഗ്യമുള്ള അനുഭവമാണ്. 2014 നമുക്ക് ഒരു അനുഗ്രഹ വർഷമായി മാറണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഞാൻ ചിന്തിക്കുന്ന 3.5 വർഷം യേശു കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, യേശു കർത്താവിന്റെ എല്ലാ അത്ഭുതങ്ങളും 35 അത്ഭുതങ്ങൾ യേശു കർത്താവിന്റേത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഈ 35 അത്ഭുതങ്ങളിലും ഭാഗവാക്കായ, കണ്ട, കേട്ട, അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാർ ഒരുപക്ഷെ അതിൽ ഭാഗവാക്കായിട്ടുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ യേശുവിന്റെ അത്ഭുതത്തിലൂടെ വെളിപ്പെട്ട വീഞ്ഞ് അവർ കുടിച്ചിട്ടുണ്ട്. 5 അപ്പവും 5000 പേരെ പോഷിപ്പിച്ച അനുഭവങ്ങളിൽ അവർ ആ ഭാഗത്തുണ്ട്. അതുകൊണ്ട് അപ്പമം യേശു കർത്താവിന്റെ വെളിപ്പെട്ട അത്ഭുതം, അപ്പമായി വെളിപ്പെട്ട അത്ഭുതം അവർക്ക് ഭക്ഷിച്ചിട്ടുണ്ട്. മറ്റ് പല അത്ഭുതങ്ങൾ അവർ നേരിൽ കണ്ടിട്ടുണ്ട്. ലാസർ ഉയർത്തെഴുന്നേൽക്കുന്നതും മരിച്ച അനേകം ഉയർത്തെഴുന്നേൽക്കുന്നതും ഒക്കെ, നയിലെ വിധവയുടെ മകൻ ഉയർക്കുന്നതും ഒക്കെ അവർ നേരിട്ട് കണ്ടുവിട്ടുണ്ട്. മുടന്തൻ നടന്നത് കണ്ടിട്ടുണ്ട്. കുഷ്ഠരോഗി സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്തവൻ കാഴ്ച പ്രാപിക്കുന്നത് കണ്ടു. അങ്ങനെ അനേക അത്ഭുതങ്ങളിൽ ഭാഗവാക്കായിട്ടുള്ള യേശു കർത്താവിനോട് കൂടെ 3.5 വർഷം നടന്ന ശിഷ്യന്മാർ ഈ 3.5 വർഷത്തിനിടയിൽ 2 കാര്യം മാത്രമാണ് യേശു കർത്താവിനോട് ചോദിച്ചത്. ഒന്ന്, യേശു കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. 2, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. ദൈവങ്ങളെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണമേ. എത്രയോ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള, അതിൽ ഭാഗമായിട്ടുള്ള അതേ അഭിഷിക്തന്മാരായ അപ്പോസ്തലന്മാർ അവരാവശ്യപ്പെട്ട 2 കാര്യം. ഭാവിയിൽ അവരാണ് യേശു കർത്താവിന് പകരമായി ശുശ്രൂഷ ചെയ്യേണ്ടത്. അതവർക്ക് നന്നായിട്ടറിയാം. കാരണം അവരെ അരികെ വിളിച്ച് ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഒക്കെ അധികാരം കൊണ്ട് ധരിച്ചദേശുവാൻ ഞാൻ പോയിട്ട് നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് യേശു കർത്താവ്. അങ്ങനെയാകുമ്പോൾ അവർ ചോദിക്കേണ്ടതെന്തായിരുന്നു? കർത്താവെ, നീ ചെയ്ത ഈ അത്ഭുതത്തിന്റെ രഹസ്യം എന്താ? 5 അപ്പവും 5000 പേരെ പോഷിപ്പിച്ചല്ലോ, അതെങ്ങനെയാ സംഭവിച്ചത്? എങ്ങനെയാണ് അതിന്റെ ആ കാര്യങ്ങൾ നടന്നത്? അതിന്റെ രഹസ്യം എന്താ? കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാവുള്ളൂ, എങ്ങനെയാണ് ആ കാര്യം സംഭവിച്ചത്? ഇങ്ങനെയുള്ള അത്ഭുതം എങ്ങനെയാണ് വെളിപ്പെട്ടത്? അതിന്റെ രഹസ്യം എന്താണ് എന്ന് ചോദിക്കേണ്ട ശിഷ്യന്മാർ ചോദിച്ചത് അങ്ങനെയുള്ള കാര്യമല്ല ചോദിച്ചത്. കർത്താവേ, നീ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. ദൈവമക്കളെ നോക്കിയിട്ട് എന്താണ് അവർ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവർ അത്ഭുതങ്ങളുടെ രഹസ്യം എന്താണെന്ന് ചോദിക്കാഞ്ഞത്? എന്താണെന്ന് അവർക്കറിയാം. കാരണം 3.5 വർഷം അവർ യേശു കർത്താവിന്റെ അത്ഭുതം ചെയ്ത, യേശു കർത്താവിന്റെ കൂടെ നടന്നവരാണ്. അവർ യേശുവിനെ കണ്ട ഒരു കാര്യമുണ്ട്. ഏത് അത്ഭുതം വെളിപ്പെടുന്നതിന് മുൻപും അതിന് തലേ രാത്രി മലയുടെ മുകളിൽ പോയി ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന യേശു പിന്നീട് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്നതാണ് അവർ കണ്ടിട്ടുള്ളത്. 3.5 വർഷം അവർ കണ്ട അത്ഭുതങ്ങളുടെ പിന്നിലുള്ള രഹസ്യം യേശു കർത്താവിന്റെ പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയിലൂടെ വെളിപ്പെട്ട അത്ഭുതമാണ് അവർ കണ്ണുകൊണ്ട് കണ്ടത്, അവർ ചെവികൊണ്ട് കേട്ടത്, അവർ നാവുകൊണ്ട് വിളിച്ചനുഭവിച്ചത്. ദൈവമക്കളെ, അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, ആ പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കണം. കർത്താവെ, അത്ഭുതത്തിന് മുമ്പ് വെളിപ്പെടുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സഹായിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അത് ഞങ്ങളെ പഠിപ്പിക്കണം. ദൈവമക്കളെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യം അതാണ്. 2014 ആത്മീയ ദൂതായിട്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളിലൂടെ, നിങ്ങളുടെ കുടുംബത്തിലൂടെ, നിങ്ങളുടെ തലമുറയിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടണം. ദൈവം ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നിങ്ങൾ ആഗ്രഹിച്ച് 2014 കാത്തിരിക്കുന്നെങ്കിൽ വ്യക്തിപരമായി ദൈവത്തോടെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. പ്രാർത്ഥനയുടെ അനുഭവം വെളിപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതം നടക്കും, നിങ്ങളുടെ സഭയിൽ അത്ഭുതം നടക്കും, വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ശിഷ്യന്മാർക്കറിയാം, യേശു കർത്താവിന്റെ വെളിപ്പെട്ട എല്ലാ അത്ഭുതങ്ങളുടെയും പിന്നിൽ അവരും ദൈവവുമായുള്ള രഹസ്യ പ്രാർത്ഥനയാണ്. ആ രഹസ്യ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് അവൻ പുറത്തു വന്ന് ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. എവിടെ നിങ്ങൾ വായിച്ചാലും യേശു കർത്താവിന്റെ അത്ഭുതങ്ങളുടെ പിന്നിൽ അവൻ രഹസ്യമായി പ്രാർത്ഥിക്കുന്നത് കാണാം. കൂട്ടായ്മയുടെ പ്രാർത്ഥനയല്ല, രഹസ്യ പ്രാർത്ഥന. അവൻ ശിഷ്യന്മാര് പടകെടുത്ത് അക്കരെ അയച്ചിട്ട് അവൻ തനിയെ മഴയിൽ കടന്നുപോയി പ്രാർത്ഥിച്ചു. കാര്യമെന്താ? കാറ്റും കോളും പെരുമാറിയും എതിരായി വരുന്നുണ്ട്. അവരെ അടക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടണം. ക്രൂശ് ചുമക്കുന്നതിന് മുൻപ് അവൻ രക്ഷ
ഗെത്സമനയിൽ പോയി പ്രാർത്ഥിച്ചു. എന്താ വെളിപ്പെട്ട് വരാൻ പോകുന്ന ക്രൂശ് സന്തോഷത്തോടെ വഹിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി ആവശ്യമാണ്. ദൈവഗീതം വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി ആവശ്യമാണ്. ദൈവഗീതം തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥന ശക്തി ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ 2014 എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, രഹസ്യമായി പ്രാർത്ഥിക്കുവാൻ, ദൈവവുമായി ബന്ധം സ്ഥാപിക്കുവാൻ, ആത്മാവിന്റെ ശക്തി ഏറ്റെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവമൊക്കെ തയ്യാറാകട്ടെ. പ്രവചനങ്ങൾ അതിനായി ഉപയോഗിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുവാൻ ദൈവജനം തയ്യാറാകട്ടെ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികള് 1-ാം അധ്യായം 8-ാം വാക്യത്തിനനുസരിച്ച് 4 വിഭജിച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായം 8-ാം വാക്യം ഇതാണ്: എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷ്യം വഹിക്കും. അതിനെ 4 വിഭജിച്ചുകൊണ്ട് 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 4 വരെ ഇൻട്രഡക്ഷനായിട്ട് യേശു കർത്താവിന്റെ ഉയർപ്പ് മുതൽ പെന്തക്കോസ്ത് നാൾ വരെയുള്ള ചരിത്രവും, 2-ാം അധ്യായം 5 മുതൽ 8-ാം അധ്യായം 3 വരെ സഭ യെരൂശലേം സഭയെക്കുറിച്ചുള്ള ചരിത്രവും, അതിന് 3-ാം ഘട്ടം 8-ാം അധ്യായം 4 മുതൽ 11-ാം അധ്യായം 18 വരെ സഭ യഹൂദയിലും ശമരിയിലും. നമ്മൾ 3-ാം ഘട്ടത്തിലേക്കാണ് കഴിഞ്ഞ ആഴ്ച കടന്നു വന്നത്. 8-ാം അധ്യായം 4 മുതൽ 11-ാം അധ്യായം 18 വരെയുള്ള സഭ ശമരിയിൽ എന്നുള്ള വിഷയമാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഈ 8-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം 8-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ ഒരു ദേശം എങ്ങനെയാണ് സുവിശേഷീകരിക്കപ്പെടുന്നത്, സുവിശേഷത്തിന്റെ ശക്തി എങ്ങനെയാണ് ദേശത്ത് വെളിപ്പെടുന്നത്, അതിന് എന്തൊക്കെയാണ് ആവശ്യമെന്നുള്ളത് വളരെ വ്യക്തമായി ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ് 8-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നത് ശമരിയ എന്ന് പറയുന്ന ജാതീയ ദേശം, ഒരു യഹൂദൻ ഒരിക്കലും കടക്കാത്ത ദേശം. എന്നാൽ യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ശമരിയയിലൂടെ കടന്നു. ആ ശമരിയിൽ കടന്നുപോയി ഒരു സഹോദരിയുമായി ബന്ധപ്പെട്ടു. ആത്മീയ ശുശ്രൂഷകൾ അവരിലൂടെ വെളിപ്പെട്ടു നമ്മൾക്കറിയാം. ശമരിയക്കാറ്റ് സ്ത്രീ, ആ സ്ത്രീ യേശുവിനെ ആദ്യം നീ എന്ന് വിളിച്ചു. കുറച്ചുകൂടെ അവൻ സംഭാഷിച്ചു കഴിയുമ്പോൾ അവരുമായുള്ള സംസാരം അത് അടുത്തു വന്നപ്പോൾ അവനെ യജമാനെന്ന് വിളിച്ചു. അല്പം കൂടെ യേശു കർത്താവോട് സംസാരിച്ചപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, ഇവൻ യജമാനനല്ല, ഇവൻ പ്രവാചകനാണ്. സ്വല്പം കൂടെ ദൈവം ആത്മീയ വിഷയങ്ങൾ, ആരാധന വിഷയങ്ങൾ അവരുമായി ബന്ധപ്പെടുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ സാക്ഷാൽ രക്ഷിക്കുകയാണ്. അവൾ കുടം താഴെ വെച്ച് ആ പട്ടണത്തിൽ ചെന്ന് യഹോവയെ അഭിഷക്തനെ കണ്ടു, അല്ലെങ്കിൽ രക്ഷകനെ കണ്ടു, മിശിഹായെ കണ്ടു എന്നുള്ള ആ ദേശത്തോട് അറിയിച്ചപ്പോൾ അവരെല്ലാം വന്ന് യേശുവിന്റെ അടുക്കൽ വരുന്നു, യേശുവിനോട് സംസാരിക്കുന്നു, 2 ദിവസം അവിടെ പാർക്കുന്നു. അങ്ങനെ ആ ദേശം യേശുവിനെ വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് അതിന് മുൻപ് കാണുവാൻ കഴിയും. ആ ശമരിയ പട്ടണത്തിലാണ് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഇതാ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അതിനുള്ള കാരണം നമുക്കറിയാം. അവിടെ ഒരു വലിയ യെരൂശലേമിൽ വലിയ പീഡയുണ്ടായി. യെരൂശലേം സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. യെരൂശലേം സഭ ചില പ്രത്യേകതയുള്ള സഭയാണ്. യെരൂശലേം സഭ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന സഭയാണ്. യെരൂശലേം സഭ വചനം പഠിപ്പിക്കുന്ന, വചനം പ്രസംഗിക്കുന്ന സഭയാണ്. യെരൂശലേം സഭ വിശുദ്ധ സഭയാണ്. യെരൂശലേം സഭ പേഴ്സിക്കുട്ട് അല്ലെങ്കിൽ ഉപദ്രവം അനുഭവിച്ച സഭയാണ്. യെരൂശലേം സഭ മറ്റുള്ളവരെ സഹായിച്ച സഭയാണ്. ഇതിനെ ശ്രദ്ധിക്കണമേ. യെരൂശലേം സഭയെക്കുറിച്ച്, യെരൂശലേം സഭ അതിന് പ്രോഗ്രസീവ് വളരുന്ന സഭയാണ്. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സഭ, ആ സഭയ്ക്കെതിരെ പീഡ വന്നു. 8-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു എന്ന് പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ യെരൂശലേം സഭയ്ക്കെതിരായിട്ട് പീഡ ആരംഭിക്കുകയാണ്. 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പത്രോസിനെതിരെ പീഡയുണ്ട്, അവരെ തടവിലാക്കുന്നുണ്ട്. 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ അവർ തടവിലാക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ അവർ പിടിക്കുന്നു, കല്ലെറിഞ്ഞു കൊല്ലുന്നു. ഇവരെ ശ്രദ്ധിക്കണമേ. 7-ാം അധ്യായത്തിന്റെ അവസാനം വരുമ്പോൾ അതേ സ്തേഫാനോസ് എന്ന് പറയുന്ന ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവദാസന്മാരെ സഹായിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുൻപിൽ നിന്ന ഡീക്കനായ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. നമ്മളവിടെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭക്തനായ മനുഷ്യൻ, കൃപയുള്ള മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി വളരെ ശക്തമായി ഉപയോഗിക്കുന്ന മനുഷ്യന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അവന്റെ മരണം ഇപ്രകാരമായിരിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. എന്നാൽ ആ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ യെരൂശലേമിൽ വലിയ ദുഃഖമുണ്ടായി. കാരണം സ്തേഫാനോസ് എന്ന് പറയുന്ന ശക്തനായ മനുഷ്യനെ, ഭക്തനായ മനുഷ്യനെ, കൃപയുള്ള മനുഷ്യനെ കല്ലെറിഞ്ഞ് ശത്രുക്കൾ കൊല്ലുക. എന്നാൽ നമുക്കറിയാം 8-ാം അധ്യായം അത് 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ശമരിയ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി കേൾക്കുവാൻ കഴിഞ്ഞു. ഒരു ഭാഗത്ത് ദൈവദാസൻ കൊല്ലപ്പെടുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ, മറുഭാഗത്ത് ദൈവത്തിന് ശക്തി വെളിപ്പെടുമ്പോൾ വേറൊരു സ്ഥലത്ത് സന്തോഷമുണ്ടാകുക. ദൈവത്തിനെ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ദൈവത്തിനെ ഇതിന്റെ എല്ലാം
ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അവനറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത ഹിതമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മളും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടെങ്കിലും സംഭവിച്ചു കർത്താവേ നീ അറിയുന്നില്ലയോ? എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സംഭവങ്ങളൊക്കെ നല്ലതിനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനുവദിക്കുമ്പോൾ അതിന് പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇതിനെ എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അത് തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായിട്ടേ. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതങ്ങളെ ഇഷ്ടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളെ ചോദ്യം ചെയ്യാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശൗൽ എന്ന് പറയുന്ന യുവാവിനെ പിന്നീട് പൗലോസായ മനുഷ്യനെ ആദ്യമായി നമ്മൾ കാണുന്നത് 7-ാം അധ്യായം 58-ാം വാക്യമാണ്. സ്തെഫാനോസിനെ നഗരത്തിൽ തള്ളിപ്പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗലിന്റെ പേരിലുള്ള യൗവനക്കാരന്റെ കാൽക്കൽ വെച്ചു. അവിടെയാണ് ശൗലിന് പറയുന്ന വ്യക്തിയെ നമ്മൾ ആദ്യമായി കാണുന്നത്. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ അത് അനുവാദം കൊടുത്തൊരു ശൗലാണ്. കാരണം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അപ്പോൾ ശൗലിന്റെ സമ്മതപ്രകാരമാണ്, അവന്റെ ഓർഡർ പ്രകാരമാണ് ഇതാ സ്തെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെടുമ്പോൾ ശൗലിന്റെ കുതിരപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ അവന്റെ മനസ്സിന് രൂപാന്തരം വരുന്ന ആദ്യ അനുഭവം എവിടെയാണ്? കല്ലേറ് കൊണ്ട് വീഴുന്ന സ്തെഫാനോസ് സ്വർഗത്തേക്ക് നോക്കുന്നു. പിതാവിന്റെ വലതുഭാഗത്ത് യേശു കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്ന അവൻ കാണുന്നു ദിവ്യ ദർശനം. എന്നിട്ടവൻ ആ കല്ലെറിയുന്നവരെ നോക്കി വിളിച്ചു പറഞ്ഞു, ഞാൻ കാണുന്നു സ്വർഗം എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നതും പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അത് ശൗൽ കേൾക്കുന്നു. പിന്നീട് അവൻ കാണുന്നത് ആളുകളെ വീണ്ടും കല്ലെറിയുന്നു. മരിക്കുന്നതിന് മുൻപ് സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്തെഫാനോസിനെ കണ്ട് ശൗൽ പക്ഷേ അവന്റെ ഹൃദയത്തിൽ ചാഞ്ചല്യം ഉണ്ടായി കാണും. ഇങ്ങനെ ഒരു മനുഷ്യനെ അവൻ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, സ്തെഫാനോസിന്റെ മുഖം തേജസ്സോടുകൂടി ശോഭിക്കുന്നവർ കണ്ടു. ദൈവത്തിലെ ആളുകളെ അടുത്ത ഒരു പൗലോസിനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ് സ്തെഫാനോസിന്റെ ആളുകളിയ രക്തസാക്ഷിത്വം. അത് മാത്രമല്ല, വാഗ്ദത്തം എന്താണ്? 1-ാം അധ്യായം 8-ാം വാക്യത്തിനകത്ത് വാഗ്ദത്തം എന്താണ്? എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും സമരിയയിലും ഭൂമിയുടെ അക്ഷരത്തോടെ സാക്ഷ്യം വഹിക്കും. അപ്പോൾ മറ്റു ദേശങ്ങളിൽ യേശുവിന്റെ സാക്ഷികളായി മാറണമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്നാൽ ഇപ്പോൾ യെരൂശലേമിൽ തന്നെ അവർ പാർക്കുകയാണ്. ആ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവിടെ സഭയ്ക്കെതിരെ പീഡ ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ യെരൂശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ സമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. ശ്രദ്ധിക്കണമേ, അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവരെല്ലാം യഹൂദ്യ സമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ചൊരു വിലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചെടുത്ത് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സമയം മുടിച്ചു. അപ്പോൾ വ്യക്തിപരമായി ദൈവദാസന്മാരെ ആക്രമിച്ചവരെ ഇപ്പോൾ വിശ്വാസികളെ ആക്രമിക്കേണ്ടവേ. അതോടുകൂടി പീഡ ആരംഭിച്ചു. സഭ ചിതറിപ്പോയി. ദൈവദാസന്മാർ അപ്പോസ്തലന്മാർ അവരെ ഒരു സൈനിൽ തന്നെ പാർത്തു. ബാക്കിയുള്ളവരെല്ലാം വിശ്വാസികൾ ചിതറി ഓടി. ഓടിയവർ എങ്ങോട്ടാ പോയത്? പുസ്തകം കറക്റ്റായിട്ട് പറയുന്നു, യഹൂദ്യ സമരിയ. ദൈവത്തിന്റെ വാഗ്ദത്തമാണത്. യെരൂശലേം കഴിഞ്ഞാൽ യഹൂദ്യയിൽ പോകണം, സമരിയയിൽ പോകണം. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു ഉപാധിയാണ് പീഡ. ദൈവത്തിലെ വളരെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അനുകൂലം മാത്രമല്ല പ്രതികൂലത്തെയും വാഗ്ദത്ത നിവർത്തിക്കായി ഉപയോഗിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനിന്ന് ആരാധിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, അനുകൂല സാഹചര്യമല്ല പ്രതികൂല സാഹചര്യത്തെയും ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കും. അത് തിരിച്ചറിയണം ദൈവമക്കൾ, ദൈവദാസന്മാർ. ഇവിടെ നിന്ന് നോക്കിയാൽ അനുകൂല സാഹചര്യമല്ല, പ്രതികൂലമായി സഭയ്ക്കെതിരെ വിശ്വാസികൾക്കെതിരെ പീഡ വന്നു കഴിഞ്ഞപ്പോൾ ചിതറിയോടിയവർ എങ്ങോട്ടാ പോയത്? 1-ാം അധ്യായം 8-ാം വാക്യത്തിനകത്ത് പറഞ്ഞ വാഗ്ദത്തത്തിലേക്കാ പോയത്. യെരൂശലേം കഴിഞ്ഞ് യഹൂദ്യ സമരിയ. ഇവിടെ പുസ്തകം പറയുന്നത് അവർ എങ്ങോട്ടാ ഓടിപ്പോയത്? എല്ലാവരും യഹൂദ്യ സമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. അപ്പോൾ ഈ സംഭവത്തിന്റെ പിന്നിൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാണ്. 2014 എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അനുകൂല സാഹചര്യം മാത്രമല്ല, പ്രതികൂലമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സാഹചര്യവും പിന്നീട് വാഗ്ദത്ത നിവർത്തിക്കായി ദൈവം ഉപയോഗിക്കും. അതുകൊണ്ട് അനുകൂല
അനുകൂലം വന്നാലും പ്രതികൂലം വന്നാലും ദൈവത്തെ സ്തുതിച്ചു. കാരണം അതിന് പിൻപിൽ ഒരു വാഗ്ദത്ത നിവൃത്തിയിലേക്ക് ദൈവം നിങ്ങളെ കരം പിടിച്ചുകൊണ്ടുപോവുകയാണ്. ഞാൻ ആത്മാവിൽ ദൂരായിട്ട് വിളിച്ചു പറയുന്നു. 2014 ചെറിയതൊക്കെ ദൈവാത്മാ വിളിച്ചു പറയുന്നു. അനുകൂലമായും പ്രതികൂലമായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൂ. കാരണം അതൊരു വാഗ്ദത്തത്തിലേക്ക് ദൈവം നിങ്ങളെ നാളുകളായി എള്ളി ചെയ്ത ദൈവിക വാഗ്ദത്തത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകാനുള്ള മുഖാന്തരമാക്കി മാറ്റും. മനസ്സിലാവുന്ന ദൈവങ്ങൾക്കായി സ്തോത്രം. എന്തുകൊണ്ട് എന്റെ സഭയിലേക്ക് സംഭവിച്ചു? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് സംഭവിച്ചു? എന്തുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു? ദൈവം ഇതിലേക്ക് ചിന്തിക്കുമ്പോൾ അതിനപ്പുറത്ത് ദൈവം പറയുന്നു, നിങ്ങൾ അടുത്ത വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേ പറ്റത്തുള്ളൂ. യേശുവിനുള്ള ദൈവമക്കൾ ഇങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെയിരിക്കും? അവർ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു? ആത്മാവിനെ ശക്തി അനുഭവിച്ച ഞങ്ങൾ, ആത്മാവിനെ ആരാധിക്കുന്ന ഞങ്ങൾ, കൃപാവന ശുശ്രൂഷ ചെയ്ത ഞങ്ങൾ, തൊട്ട മുൻപിലുള്ള അധ്യായത്തിൽ മരിച്ചവരെ പോയി ഉയർപ്പിച്ച പത്രോസ് ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ, ശക്തന്മാരായ യുവദാസന്മാർ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ 7,000 5,000 ആളുകൾ കടന്നുവന്ന് നിറഞ്ഞു നിൽക്കുന്ന സഭ ശക്തമായി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പീഡ വന്നു? സഭ പെട്ടെന്ന് ചെറിപ്പോകേണ്ട ആവശ്യം എന്തുകൊണ്ട് വന്നു? ഇത്രയും വലിയ പീഡ എന്തുകൊണ്ട് ദൈവം അയച്ചുവിട്ടു? എന്തുകൊണ്ട് പീഡിപ്പിച്ചവരെ ദൈവം ശിക്ഷിച്ചില്ല എന്നൊക്കെ ചോദിച്ചാൽ കുഞ്ഞെ വാഗ്ദത്തം നിവൃത്തിയാകണ്ടേ? എരിക്കലും തന്നെ ഇരുന്നാൽ മതിയോ? ദൈവം പറഞ്ഞ വാഗ്ദത്തമില്ലേ? യഹൂദിയ ശബരിയ അവിടെ സാക്ഷികളാകണ്ടേ? അവിടെ നിങ്ങളെ ദൈവം ഉപയോഗിക്കണ്ടേ? അവിടുത്തെ ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് നേടണ്ടേ? അപ്പോൾ ആ വാഗ്ദത്തം നിവൃത്തിയാകണമെങ്കിൽ നിങ്ങൾ ഇവിടെ ചില കഷ്ടത അനുഭവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ സന്തോഷിപ്പിച്ച കാര്യം ഞാൻ പറയാം. 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ചിതറിപ്പോയവർ ആരായിരുന്നു? അപ്പോസ്തലന്മാരല്ല. ചിതറിപ്പോയവർ ദൈവമക്കളാ. മേശമേ ശുശ്രൂഷിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചിതറിപ്പോയത്, അവരുടെ കൂടെ വിശ്വാസ സമൂഹം ചിതറിപ്പോയത്. ചിതറി ഓടിയവർ വീടും വീട്ടുകാരും സമ്പത്തുമെല്ലാം വിട്ട് ഓടുക. അവരാരും കരഞ്ഞുകൊണ്ടല്ല ഓടിയത്, യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് എല്ലാം പോയി എന്ന് പറഞ്ഞവർ ഓടിയത്. പുസ്തകം പറയുന്ന 4-ാം വാക്യം, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. കണ്ടോ ദൈവത്തിന്റെ പൈതലേ? അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്കകത്തുള്ളവരെല്ലാം ദൈവവചനത്തിൽ ഉറപ്പുള്ളവരായിരുന്നു. ദൈവവചനം മറ്റുള്ളവരുടെ പറയാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ളവരായിരുന്നു. ഇന്നത്തെ നമ്മുടെ സഭകളുടെ ചിന്ത നമ്മൾ നോക്കിയാട്ടെ, എന്താ വ്യത്യാസം? ചെറിയൊരു കാര്യം നഷ്ടപ്പെടുമ്പോൾ, പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നടത്തുന്നവർക്കെതിരെ തിരിയുന്ന ഇന്നത്തെ വിശ്വാസ സമൂഹവും അന്നത്തെ വിശ്വാസ സമൂഹവും തമ്മിൽ വ്യത്യാസങ്ങൾ കണ്ടോ? വീട് വിട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, വീട് വിടാൻ തോറും കയറി പീഡിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാം വിട്ടെറിഞ്ഞ് ചിതറി ഓടുക. അവിടെ കുറച്ച് ചിതറിപ്പോയി എങ്ങോട്ടാ ഓടുന്നൊരു ലക്ഷ്യമില്ലാതെ ഓടുക. പക്ഷെ അവരാരും നിരാശപ്പെട്ടില്ല, അവരാരും ദുഃഖിച്ചില്ല, അവരാരും പോയവരെ ഒരുമിച്ചുകൂടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചില്ല. മടങ്ങിപ്പോകുവാൻ പീഡിപ്പിച്ചവരെ തകർക്കുവാൻ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചില്ല. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നതെന്ന് ആലോചന ലഭിക്കുവാൻ പ്രവാചകന്മാരെ വിളിച്ചില്ല. അവർ പോയയിടങ്ങളിൽ ദൈവവചനം പ്രസംഗിച്ചു. കണ്ട ദൈവത്തിന് ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. എന്താ കാര്യം? അവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണ്. എന്താ കാര്യം? ദൈവവചന നിശ്ചയമുള്ളവരാണ് അവര്. ദൈവത്തിന്റെ പൈതലെ സുവിശേഷീകരിക്കണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. ദൈവവചനം നിങ്ങൾക്കുണ്ടാകണം. ദൈവത്തെ കുറിച്ച് ആഴമേറിയ അറിവുണ്ടാകണം. ദൈവത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം. രണ്ടാമത് നിങ്ങളെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവും ദൈവവചനവും തമ്മിൽ ക്രിയ ചെയ്യുമ്പോഴാണ് സുവിശേഷം വെളിപ്പെടുന്നത്. മനസ്സിലാകുന്ന ദൈവക്കായി സ്തോത്രം. എന്നെ അൻപർപ്പിച്ചൊരു കാര്യമാണത്. ഇന്ന് നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസഭയും തള്ളിപ്പറഞ്ഞ് ദൈവദാസന്മാരെയും തള്ളിപ്പറഞ്ഞ് ദൈവമക്കൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് ആരാധന അലക്ഷ്യമാക്കുന്ന അനേകം നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നാവുന്നവർ, കവനവും കുടുംബവും കുഞ്ഞുങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവർ, ചിതറിയോടിയവർ ദൈവവചനം പ്രസംഗിക്കുകയാണ്.
മുഴുവൻ സുവിശേഷിക്കുകയാണ്. എന്തേ അവർക്ക് ഭവനത്തെക്കുറിച്ച് ഓർമ്മയില്ലേ? നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അവർക്ക് ഓർമ്മയില്ലേ? ഇവിടെയാണ് ദൈവത്തിന്റെ വഴിയിലെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. പരിശുദ്ധാത്മാവ് നയിക്കുന്നവന്റെ ഭാവിയെക്കുറിച്ചാണ് ഓർമ്മ, നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല. ലഭിക്കാൻ പോകുന്ന ദൈവിക പ്രത്യാശയെ കുറിച്ചാണ് അവർ ഓർമ്മ. ഇത് തന്നെയാണ് ഇന്ന് രാവിലെ 10ാം ക്ലാസ്സിൽ നമ്മൾ കേട്ടത്. മോശ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന വെളിപ്പേരിൽ അറിയപ്പെടുന്നതിനേക്കാൾ ദൈവജനത്തോടുകൂടെയുള്ള കച്ചകളിൽ നിന്ന് കണ്ടു. കാരണം അവിടെയാണ് അനുഗ്രഹം, അവിടെയാണ് നീ മുൻപിൽ വരാൻ പോകുന്നത്. സ്വല്പം നേരത്തെ നീ നിന്നേര് ഭവിക്കാൻ തയ്യാറായാൽ, കച്ചനേര് ഭവിക്കാൻ തയ്യാറായാൽ, ഒരു 40 വർഷം മരുഭൂമിയിൽ ആളുകളെ ചുറ്റാൻ തയ്യാറായാൽ, ആരുമില്ലാതെ ഒറ്റപ്പെടാൻ തയ്യാറായാൽ, അടുത്ത 40 വർഷം നീ രാജാവായി മാറാൻ പോവുകയാണ്. നീ മുൻപിൽ നയിക്കാൻ പോവുകയാണ്. 21 ലക്ഷത്തെ നയിക്കുന്ന സ്വർഗീയ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുന്ന അഭിഷേകത്തിനായി മാറാൻ പോവുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ മോശമാണ് ഫറവോന്റെ പുത്രിയുടെ മകന്റെ വെളിപ്പേര് വേണ്ടാൻ വെച്ചത്. ഇതിലെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ നിരാശപ്പെടുന്നതും നെഗറ്റീവായി സംസാരിക്കുന്നതും പിറുപിറുക്കുന്നതും. ഭാവിയെക്കുറിച്ച് നമുക്ക് വ്യത്യാസമില്ല. ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് ചിതറിപ്പോയവർ വചനം സുവിശേഷം കൊണ്ട് അവിടെ സഞ്ചരിച്ചു. അടുത്ത ഒരാൾ പേര് പറയുന്നത് ഫിലിപ്പോസ്. ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ആരാൾ ഫിലിപ്പോസ്? 6ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ സഭയിലൊരു ചെറിയ പ്രയാസമുണ്ടായപ്പോൾ ആത്മാവിൽ ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളുടെ ഇടയിൽ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷന്മാരായ 7 പേരെ തെരഞ്ഞെടുത്തു. ആ 7 പേരെ തെരഞ്ഞെടുത്ത് രണ്ടാമത് പറഞ്ഞ പേരാണ് ഫിലിപ്പോസ്. ഒന്നാമത്തെ പേര് സ്റ്റെഫാനോസ്, രണ്ടാമത് ഫിലിപ്പോസ്. 6ാം അധ്യായം 5ാം വാക്യത്തിനകത്തുണ്ട്. അപ്പോൾ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ തെരഞ്ഞെടുത്ത ആ ഫിലിപ്പോസാണ് ചിതറിപ്പോയ വ്യക്തികളിൽ ഒരാളായി എവിടെ ചെന്ന് കയറിയത്? ശമരിയ പട്ടണത്തിൽ ചെന്ന് കയറിയത്. അപ്പോസ്തലൻ അല്ലെന്ന് ഓർത്തോണം. അപ്പോസ്തലല്ല ആള്. അപ്പോസ്തലന്മാരെ ഭൗതിക കാര്യങ്ങൾ സഹായിക്കുവാൻ, അല്ലെങ്കിൽ വിധവമാരെ ശുശ്രൂഷിക്കുവാൻ, അല്ലെങ്കിൽ മേൽസമയെ ശുശ്രൂഷിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ രണ്ടാമൻ. ഒന്നാമൻ ഇതാ സ്റ്റെഫാനോസ്. അവന്റെ ശുശ്രൂഷ കഴിഞ്ഞു, അവനെ ദൈവം സ്വീകരിച്ചു. ഇത് രണ്ടാമത്തവൻ ഫിലിപ്പോസ്. അവൻ ശമരിയ പട്ടണത്തിൽ ചെന്നു, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. രണ്ടാം ദൈവത്തിന്റെ വൈകലേ ആരെ കുറിച്ച് പ്രസംഗിച്ചു? ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ദൈവമക്കൾക്ക് പ്രസംഗിക്കുക എന്ന് പറയുന്നില്ല, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയില്ല, വചനം പ്രസംഗിക്കുകയില്ല, സുവിശേഷം അറിയിക്കുകയില്ല. എന്നാൽ ഇന്ന് പലയിടങ്ങളിൽ കാണുന്ന കാഴ്ച എന്താ? പല ദേവദാസന്മാരുടെയും പ്രസംഗ വിഷയം എന്താ? പോയ സ്ഥലത്തെക്കുറിച്ച്, കണ്ട കാര്യങ്ങളെക്കുറിച്ച്, നടത്തിയ പ്രവൃത്തികളെക്കുറിച്ച്. ഇവിടെ ഫിലിപ്പോസിന് വേണമെങ്കിൽ ശമരിയ പട്ടണത്തിൽ നിന്ന് ഉടനെ കുറിച്ച് പ്രസംഗിക്കാം, ശമരിയ പട്ടണത്തിൽ നടന്ന ദൈവപ്രവൃത്തിയെ കുറിച്ച് പ്രസംഗിക്കാം, അവിടെ അവർ അനുഭവിച്ച പീഡയെ കുറിച്ച് പ്രസംഗിക്കാം, ചിതറിപ്പോയവരുടെ നഷ്ടമായ ഭാവനകളെ കുറിച്ച്, സംഭവങ്ങളെ കുറിച്ച് വേണമെങ്കിൽ പ്രസംഗിക്കാം, വിവരിക്കാം. പക്ഷേ അതൊന്നുമല്ല പ്രസംഗ വിഷയം. ക്രിസ്തു, സുവിശേഷം, ദൈവവചനം. കണ്ടതിലെ ഒരു ദൈവദാസന, ദൈവമക്കളുടെ പ്രസംഗ വിഷയം ക്രിസ്തുവായിരിക്കണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അടുത്ത വാക്ക് 8ാം അധ്യായം 6ാം വാക്യം, ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങൾ ജനങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പ്രസംഗിക്കുക മാത്രമല്ല, ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ക്രിസ്തു അവരുടെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് അവർ പറഞ്ഞ് അവർക്ക് ഉറപ്പിക്കുകയില്ല. അതൊരു അപ്പോസ്തലന്മാർ പ്രസംഗിക്കണമെന്നില്ല അത്ഭുതം നടക്കാൻ. കൃപാവര പ്രാപ്തന്മാർ വന്നെങ്കിൽ അത്ഭുതം നടക്കുകയില്ല എന്ന് തെളിയിച്ചു. ഇവിടെ പത്രോസല്ല പ്രസംഗിച്ചത്, പത്രോസല്ല അത്ഭുതം ചെയ്തത്. അപ്പോസ്തലന്മാരാരെയല്ല, പിന്നെയോ അപ്പോസ്തലന്മാരെ സഹായിക്കുവാൻ ആരെ ജനത്തിന്റെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസ് ദൈവത്തിന് സംസാരിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ജനം വിശ്വസിച്ചെന്നാണ് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന ദൈവദാസിദാസന്മാരെ, നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുക, ദൈവവചനം പറ, സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക. ആത്മാവിൽ നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറ, നിങ്ങളിലൂടെയും അത്ഭുതം നടക്കും. നഷ്ടപ്പെട്ടതയോ
ഓർത്ത് കരഞ്ഞു, ലഭിക്കാത്തതിനെ ഓർത്ത് വിലപിച്ചും, പ്രാപിക്കാത്തതിനെ ഓർത്ത് പുറമെടുത്ത് നിർത്തി ഇരുന്ന് നമ്മുടെ ജീവിതം അത്തലിപ്പിക്കാതെ ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് ആത്മനിറവിൽ ദൈവത്തിനും സംസാരിച്ച് ആത്മാവ് വചനവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ അത്ഭുതങ്ങൾ നടക്കും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങൾ ജനങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അടുത്ത വാക്ക്, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവൻ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അവിടെ വളരെ ശ്രദ്ധേയ ഒരു ഭാഗമുണ്ട്, നിന്നൊന്ന് ചിന്തിക്കേണ്ട ഒരു ഭാഗം. എന്താ? ഭൂതത്തെ പുറത്താക്കുന്ന ശുശ്രൂഷയൊന്നും ഫിലിപ്പോസ് തൊഴിലായിട്ടല്ല പറയുന്നത്. ദൈവവചനം പ്രസംഗിച്ചപ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഭൂതങ്ങൾ, അശുദ്ധാത്മാക്കൾ നിലവിളിച്ചുകൊണ്ടുപോയി. കണ്ടോ? ദൈവത്തിലെ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ, ആത്മാവിന്റെ ശക്തിയോടെ പ്രസംഗിച്ചാൽ അവിടെ അടയാളങ്ങൾ നടക്കുന്നത് മാത്രമല്ല, ഭൂതശക്തിയിൽ ഇരിക്കാൻ കഴിയാതെ ഇറങ്ങി ഓടും. ഇന്ന് ഭൂതശാന്തി ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുക. ഭൂതവരപ്രാപ്തന്മാര് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ നിങ്ങൾ പുതിയ നിയമം പഠിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് 40 വർഷത്തെ ദൈവസഭയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ, അവിടെ ഭൂതങ്ങളെ ഇറക്കാൻ ശുശ്രൂഷകന്മാരുണ്ടായിരുന്നില്ല, ഭൂതശാന്തി വരപ്രാപ്തന്മാരുണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ ശക്തിയോടെ വെളിപ്പെടുത്തിയെല്ലാം അശുദ്ധഭൂതങ്ങൾ പലരിൽ നിന്നും ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോകാതെ കാണാൻ കഴിയും. നിങ്ങളുടെ ദൈവവചനം അതിന് ശക്തി വെളിപ്പെടുമ്പോൾ അകത്തിരിക്കുന്ന ഭൂതമെല്ലാം വെളിപ്പെടും, നിലവിളിച്ചുകൊണ്ട് പുറത്തു പോകും. ഈ ഭൂതമെന്ന് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണമേ, ഈ പല്ലിളിച്ചുകൊണ്ട് കറുത്ത കോട്ടിട്ട് നിൽക്കുന്ന പുള്ളിയല്ല ഭൂതം. പലരുടെയും അകത്ത് വ്യാപരിക്കുന്ന പകയും പിണക്കവും കോപവും ക്രോധവും ശാഠ്യവും മത്സരവും ബ്രഹ്മക്ഷവും അസൂയയും വിഗ്രഹാരാധനയും വെറുക്കൂത്തും എല്ലാം ഭൂതത്തിന്റെ ലിസ്റ്റിൽപ്പെടുക. ദൈവവചനം അതിന്റെ ശക്തിയോടെ ദൈവാസന്മാരുടെ വെളിപ്പെടുമ്പോൾ ചിലരൊക്കെ പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ലേ? അറിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാ, ഞങ്ങളെ കുത്തിയത, ഇങ്ങനെയാണോ വചനം സംസാരിക്കുന്നതൊക്കെ ചോദിക്കുന്നത് ഭൂതം ഇളകുന്നതിന്റെ ലക്ഷണമാ. മനസ്സിലാവുന്ന ദൈവത്തെക്കാൾ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചുമ്മാതെ പറയുകയല്ല. മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത്, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിനകത്ത് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം അധ്യായം 21-ാം വാക്യത്തിനകത്ത് ഇങ്ങനെയാ: യേശു കപ്പർന്നഹൂമിലേക്ക് പോയി ശബ്ബത്തിൽ ഒരു പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. അടുത്ത വാക്ക്, അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടാണ് അവരെ ഉപദേശിച്ചത്. അപ്പൊ ശാസ്ത്രിമാരുടെ ഉപദേശമുണ്ട്, യേശുവിന്റെ ഉപദേശമുണ്ട്. വ്യത്യാസം എന്താ? ശാസ്ത്രിമാരുടെ ഉപദേശം സുഖിപ്പിക്കുന്ന ഉപദേശമാണ്, എന്നാൽ യേശുവിന്റെ ഉപദേശം അധികാരത്തിന്റെ ഉപദേശമാണ്. അങ്ങനെ അധികാരത്തോടെ ഉപദേശിക്കുമ്പോൾ ആ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസ്രയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിലുണ്ട്, ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. കണ്ടോ? ഈ പുള്ളിക്ക് മറ്റുള്ളവരെക്കാൾ യേശുവിനെ അറിയാം. എന്താ പറഞ്ഞത്? നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അവനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോകുക എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ചുറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി. അപ്പൊ ശ്രദ്ധിക്കണമേ, യേശു ഭൂതങ്ങളെ തരുന്നില്ല സഭയ്ക്കകത്ത്. ആരെങ്കിലും ഭൂതങ്ങളുള്ളവരുണ്ടോ? ഞാനിപ്പോൾ വിടുവിക്കാമെന്ന് പറഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്തു? വചനം അധികാരത്തോടെ സംസാരിച്ചു, മായമില്ലാത്ത വചനം സംസാരിച്ചു, ഉപദേശം ശക്തിയോടെ വെളിപ്പെടുത്തി. അപ്പോൾ ഭൂതത്തിന് ഇരിക്കാൻ പറ്റിയില്ല. ആരായി ഭൂതം? പള്ളിക്കകത്തുള്ള പുള്ളിയാ. ആ പുള്ളി പറഞ്ഞു, ഞങ്ങൾക്കും നിനക്കും തമ്മിലുണ്ട്. അധികാരത്തോടെ ദൈവത്തിന്റെ വചനം മായമില്ലാതെ സംസാരിക്കുന്നവരാണ് ഞങ്ങളും നിങ്ങളും സഭയ്ക്കകത്ത് വരുന്നത്. ഇതറിഞ്ഞുകൊണ്ട ഇത് ഞങ്ങൾക്കെതിരെയാ, ഇത് കുത്തുകയാ. അവന്റെ അകത്ത് ഭൂതം ഇളകുകയാ. കാരണം അവൻ സാധാരണ പുള്ളിയല്ല. ഇവിടെ ഇളകിയ പുള്ളി സാധാരണ പുള്ളിയല്ല. ഞങ്ങൾക്കും നിനക്കുന്നതിൽ എന്ത് എന്നൊക്കെ ചോദിച്ച് ബാക്കിയുള്ളവരൊക്കെ വചനത്തിൽ അമർന്നിരിക്കുമ്പോൾ ഒരുത്തർ ഇളകുക.
ചോദിക്കട്ടെ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞാൽ ആരെ ആരാധിക്കുന്നത് ആ പള്ളിയിൽ? യേശുവിനെ. ആ യേശു വന്നപ്പോഴാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളി പറഞ്ഞാൽ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്താണ്? അപ്പൊ പിന്നെ ഇവനെ ആരെ ആരാധിക്കുക? ഇങ്ങനെ അനേകം ഉള്ളികളുണ്ട് സഭയ്ക്കകത്ത്. പകയും പിണക്കവും കോപവും ക്രോധവും ശാഠ്യവും മത്സരവും സ്വയനീതിയും ഞാനെന്ന ഭാവവും ഒക്കെ അകത്തിരിക്കുന്ന പലരും അതിന്റെ ഭൂതമാണ്. ദൈവോപദേശത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് ഇളകുമ്പോഴാണ് ചില സംഭവങ്ങളൊക്കെ സഭയ്ക്കകത്ത് നടക്കുന്നത്. ഇളകുമ്പോഴാണ് പ്രതികരിക്കുന്നത്. വല്ലാത്ത പ്രതികരണം. വചനത്തോട് പ്രതികരിക്കുകയല്ല, വചനം പറയുന്നതോട് പ്രതികരിക്കുന്നു. ഇവിടെയും കണ്ടോ, യേശു ഉപദേശിച്ച ഉപദേശത്തോടല്ല ഇവർ പ്രതികരിക്കുന്നത്, യേശുവിനോടാ. ഞങ്ങൾക്ക് നിനക്കും തമ്മിലെന്താ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താ യേശുവിന്റെ കുറ്റം? അധികാരത്തോടെ വചനം സംസാരിച്ചു, ഉപദേശം വെളിപ്പെടുത്തി. ഇന്ന് അമേരിക്കയിലുള്ള സഭകൾക്ക് ഉള്ള കുഴപ്പമല്ല, ഉപദേശം വേണ്ട, അതും അധികാരത്തോട് ആരും ഉപദേശിക്കണ്ട, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യരുത്. ഉള്ളിൽ ഒത്തിരി ഭൂതം ബാധിച്ചവരാ. ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ശാസ്ത്രിമാരെ പോലെയല്ല. ഒത്തിരി ശാസ്ത്രിമാർ അമേരിക്കയിലുണ്ട്. വിടുതൽ വിടുതൽ അനുഗ്രഹം 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 വിടുതൽ വിടുതൽ അനുഗ്രഹം. എന്ത് സുഖമാണെന്നറിയാമോ? ഒരു രൂപാന്തരം ആർക്കും വരികയില്ല. എന്നാൽ അധികാരത്തോടെ ദൈവത്തിന്റെ വചനം ആരുപദേശിക്കുമോ? അനേക കച്ചവടങ്ങളിലൂടെ ദൈവരാജ്യം അവകാശമാക്കണം. അതുകൊണ്ട് കച്ചവടം സഹിക്കുന്നവൻ ദൈവരാജ്യത്തേക്ക് പോവുകയാണെന്നും സ്വയം ധരിക്കാത്തവനെ ഭൂഷണിക്കുവാൻ കഴിയത്തില്ലെന്നും ഒക്കെ ദൈവത്തിന്റെ ഉപദേശം വെളിപ്പെടുത്തുമ്പോൾ വല്ലാതെ ഇളകുന്ന പല പുള്ളികളുമുണ്ട്. പലപ്പോഴും ദൈവരാജന്മാര് ഇളകുമ്പോൾ അവരുടെ പ്രസംഗം നിർത്തുക. എന്നെ കേൾക്കുന്ന ദൈവരാജന്മാരുടെ പറയട്ടെ, പ്രസംഗം നിർത്തരുത്, അത് അവരെ കാടി തെരച്ചുകൊണ്ട് പുറത്തോട്ട് പോകുന്നതിന്റെ ലക്ഷണമാകുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം അധികാരത്തോടെ ഇവിടെ ഇതാ പ്രസംഗിക്കുമ്പോൾ പള്ളിക്കകത്തുള്ളവരിൽ ഇറങ്ങിയിട്ട് ചോദിക്കുന്നത് ഉപദേശത്തെ കുറിച്ചല്ല, നിനക്കും എനിക്കും ഞങ്ങൾക്കും തമ്മിലുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് കാര്യം എന്താ? എടാ കുഞ്ഞി, ആ പള്ളിയിൽ പ്രസംഗിക്കുന്നത് ആരെ കുറിച്ചാ? യേശുവിനെ കുറിച്ച്. അവിടെ പഠിച്ചിരിക്കുന്ന പുസ്തകത്തിനകത്തൊക്കെ എഴുതിയിരിക്കുന്ന ആരെ കുറിച്ച്? യേശുവിനെ കുറിച്ചാ. ആ യേശു വന്ന് നിൽക്കുമ്പോൾ ചോദിക്കുന്നത് തമ്മിലുണ്ട്. പിന്നെ എന്തിനാ നീ പള്ളി വരുന്നത്? നീ പള്ളി വന്നത് ആരെയാ നീ വിളിച്ചത്? ആരെ കുറിച്ചാ നീ പുസ്തകത്തിൽ വായിച്ചത്? ഇവനെ കുറിച്ചല്ലേ? അപ്പൊ പിന്നെ നമുക്ക് നീ ബന്ധമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ ബന്ധത്തിലാണ് വരുന്നത്? ഇളകിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ആരെന്ന് ഞാൻ അറിയുന്നു, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. അത് കേട്ട് അത് മറ്റാരേക്കാൾ ദൈവോദനം നിനക്ക് നന്നായി അറിയാം. നീ ദൈവോദനത്തിൽ ഉറപ്പുള്ളവരാന്ന് പറഞ്ഞ് കയ്യടിച്ചവനെ പ്രസിഡന്റാക്കി അല്ല കർത്താവ് ചെയ്തത്. മിന്നരുത് മിന്നരുതെന്ന് പറഞ്ഞിട്ട് അവനെ ശാസിച്ചു. മനസ്സിലാവുന്നവർ. അപ്പൊ വചനം ഒത്തിരി അറിയാവുന്നതും വചനം കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നതും ഒത്തിരി വെളിപ്പാട് കാണിച്ചതൊന്നും അല്ല ലക്ഷണം. ഉപദേശം ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യം, ആരാധന ഒരു മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തത്തില്ല. കാരണം വെള്ളം അടിക്കുന്നവരും കയ്യെടുത്ത് പാട്ട് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുറ്റബോധവും ഇല്ലാതെ തുള്ളിച്ചാൽ കൃത്യം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവവചനം അതിന് ശക്തിയോടെ വെളിപ്പെടുമ്പോൾ അതേ വ്യക്തികൾ കണ്ണുനീരോടെ ദൈവത്തിന്റെ മുഴുവൻ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വചനത്തിന് മാത്രമേ ശക്തിയുള്ള വചനത്തിന് മാത്രമേ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ഫിലിപ്പോസ് എന്ന് പറയുന്ന സാധാരണക്കാരൻ അപ്പോസ്തലനല്ല, ദൈവവചനം ആത്മാവിൽ വെളിപ്പെടുത്തിയപ്പോൾ അവരെ അടയാളങ്ങൾ നടന്നു. അശുദ്ധാത്മാക്കൾ, ഭൂതങ്ങൾ, അവരെ കുറിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഭൂതങ്ങൾ അവരെ വിട്ടുമാറുകയാണ്. ദൈവത്തിന് ശ്രദ്ധിച്ചു കേട്ട് ഒരു പൂജശാന്തി ശുശ്രൂഷ ചെയ്തില്ലെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ അതിനെപ്പറ്റി വിശദമായി അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവരെ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. എന്റെ ദൈവത്തിന് വചനം സംസാരിച്ചപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്ക്, വചനം പ്രസംഗിക്ക്. വചനം അതിന്റെ ശക്തിയോടെ പ്രസംഗിക്കുമ്പോൾ പക വെളിപ്പെടത്തില്ലേ? പക അകത്തുള്ളവന് കുറ്റുകൊള്ളത്തില്ലേ? പിണങ്ങിയിരിക്കുന്നതിന് കുറ്റുകൊള്ളത്തില്ലേ? വചനം അതിന് ശക്തിയോടെ പ്രസംഗിക്കുമ്പോൾ ഭിന്നത വെളിപ്പെടത്തില്ലേ? അതാ
മാറി കുത്തുകൊള്ളുക. കാരണം വചനം ഇടപെടുക, ആത്മാവും വചനവും കൂടെ ഒരുമിച്ച് ചേരുന്നിടത്ത് രൂപാന്തരം ഉണ്ടാകും. ഇന്നത്തെ പ്രസംഗങ്ങൾ ആരെയും കുത്തരുതെന്നുള്ള ചിന്താഗതിയിലാണ് പ്രസംഗിക്കുന്നത്. അത് ആത്മനിറവില്ലാത്തതിന്റെ ലക്ഷണമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അപ്പോസ്തലന്മാരുടെ മേൽ നിറച്ചു. മറ്റുള്ളവർ കണ്ടു അന്യഭാഷ അടയാളത്തോടെ ആത്മാവിൽ വന്ന് നിറയുന്നത്. ആ 2-ാം അധ്യായം കഴിഞ്ഞ് 3-ാം അധ്യായത്തിൽ എഴുന്നേറ്റിന് പ്രസംഗിച്ചപ്പോഴാണ് 3000 പേർക്ക് ഒത്തുകൊണ്ടത്. ആത്മാവിൽ നിൽക്കുന്നവൻ പ്രസംഗിച്ചാൽ ആത്മാവിന്റെ ശക്തി രൂപാന്തരത്തിന് കൊണ്ടുപോകും. അതാ പറഞ്ഞ് കുത്തുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിക്കണമേ, 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിലൂടെ ദൈവം ശമരിയ പട്ടണത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ശമരിയ പട്ടണത്തിലുള്ളവർ വിശ്വസിക്കത്തക്കവണ്ണം അവന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അടയാളങ്ങൾ നടക്കുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരും ഉറക്കം നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോകുന്നു. അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. വചനത്തിന്റെ ശക്തി വെളിപ്പെടാതെ ആരുടെയ നമ്മുടെ സഭകളിൽ സന്തോഷമുണ്ടാകത്തില്ല, നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷമുണ്ടാകത്തില്ല, വ്യക്തിപരമായ സന്തോഷമുണ്ടാകത്തില്ല, ദേശത്ത് സന്തോഷമുണ്ടാകത്തില്ല. ദേശത്തും സഭകളിലും വ്യക്തിപരമായും സന്തോഷം വെളിപ്പെടണമെങ്കിൽ വചനത്തിന്റെ ശക്തി വെളിപ്പെടണം. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാ, സമയം മുമ്പോട്ട് പോയല്ലോ. അടുത്തയാഴ്ച വളരെ ഒരാത്മീയ യുദ്ധത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആത്മാവിൽ നിൽക്കുന്ന ഫിലിപ്പോസും മന്ത്രവാദിയായ ശീമോനും തമ്മിലുള്ള യുദ്ധം ആര് ജയിക്കും? ചിന്താഗതി നമ്മുടെ വിഷയം അതാണ്. മന്ത്രവാദം, ആഭിചാരം, നേർച്ച, കാഴ്ചകൾ, ഇതൊക്കെ ഈ പോരാട്ടമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. ആര് ജയിക്കും? നമ്മുടെ കുടുംബത്തെ മന്ത്രവാദം, അവര് മന്ത്രവാദം ചെയ്തു, ഇവര് പ്രശ്നം ചെയ്തു, അവര് ചെയ്തു, അവര് ചെയ്തു, ഇവര് ചെയ്തു. ആര് ജയിക്കും? ആ ചോദ്യത്തിന് ഉത്തരം അടുത്തയാഴ്ച ആത്മനിറവിൽ നമുക്ക് വെളിപ്പെടുത്താം. 8-ാം അധ്യായം 9-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ ആളൊരു മന്ത്രവാദിയായ കൊടികെട്ടിയ മന്ത്രവാദിയായ ശീമോനും ആത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന, വിട്ടെറിഞ്ഞ പോയതിനെ ഓർക്കാതെ, വിട്ടുപോയതിനെ ഓർക്കാതെ, നഷ്ടപ്പെട്ടതിനെ ഓർക്കാതെ ആത്മാവ് നയിക്കുന്ന ഫിലിപ്പോസും തമ്മിൽ നടക്കുന്ന വാർഫെയറാണ്, യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ആ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് അടുത്ത ആഴ്ച നോക്കാം. എന്നാൽ ഇന്ന് പതിക്കാലം ചിന്തിച്ച വിഷയം ഒരിക്കൽ കൂടെ ഒന്ന് ഓർക്കുക. ചിതറിപ്പോയവർ ദൈവവചനം പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെട്ട വീടിനെ കുറിച്ച് അവർക്ക് ആരെങ്കിലും ഭാരമില്ല. കാരണം അവർ ദൈവത്തിന് വേണ്ടി, ദൈവമാണ് അവരെ ചിതറിപ്പിച്ചെന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഒരിക്കൽ കൂടെ പറയാം, അനുകൂലമായും പ്രതികൂലമായും വെളിപ്പെടുന്നതിലൂടെ, അനുകൂല സാഹചര്യങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും വാഗ്ദത്തത്തിലേക്ക് ഇതിനെ നടത്തുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളുടെയും പിന്നിൽ നിന്നെ വാഗ്ദത്തത്തിൽ നയിക്കുവാനുള്ള ചില സംഭവങ്ങളുണ്ട്. നമുക്കറിയാം, ഹാലലിയ ജോസഫിന്റെ കാര്യം എപ്പോഴും പറയുന്ന കാര്യമാണ്. ജോസഫ്, നീ ഭവനത്തിനകത്ത് സ്വപ്നം കണ്ടു, വാഗ്ദത്തം കിട്ടി. പക്ഷേ ഭവനത്തിനകത്ത് തന്നെ നീ ആയിരുന്നാൽ ഒരിക്കലും നിനക്ക് ആ വാഗ്ദത്തത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. പൊട്ടക്കിണറും വരും, മുട്ടിപ്പൊന്ന വീടും വരും, കാരാഗ്രഹവും വരും. ആ കഷ്ടങ്ങളൊക്കെ ദൈവം അറിഞ്ഞുകൊണ്ട് അതിന് പിന്നിൽ ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് നിന്നെ നയിക്കണം, നിന്നെ അവിടെ കൊണ്ടുപോകണം, നിന്നെ ആ വാഗ്ദത്തത്തിൽ ഇരുത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ലഭിക്കുന്ന അനുഭവങ്ങൾ നഷ്ടമായാലും ലാഭമായാലും അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് 2014 സ്തോത്രം ചെയ്ത് കഷ്ടങ്ങളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും സന്തോഷത്തിലും എല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാം. വാഗ്ദത്തത്തിലേക്ക് ദൈവം നടത്തുകയാണുള്ള ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനം കേൾക്കുന്ന, വചനം പഠിക്കാൻ തുറന്നു വരുന്ന എല്ലാ ദൈവദാസന്മാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ, പ്രബോധം നിറയ്ക്കണമേ. കർത്താവേ, വചന പഠനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുവാൻ, ആത്മാവിന്റെ ചിന്തയിലേക്ക് ഞങ്ങൾ മടങ്ങി വരുവാൻ, ഏത് ആത്മാവിലാണോ ഈ തിരുവചനം എഴുതിയത് അതേ ആത്മനിറവിൽ ഈ വചനം സ്വീകരിച്ചുകൊണ്ട് അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവസഭകൾ എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ആരെങ്കിലും പ്രബലരെ അനുഗ്രഹിക്കുന്നു. അനേകർക്കൊണ്ട് ഇവിടെ നൽകുവാൻ കർത്താവ് തെരഞ്ഞെടുത്ത പ്രബലനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അതിന് പിൻപുറത്ത് രാജ്യപാസ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. വെബ്സൈറ്റിലൂടെ കടന്നു വന്ന കർത്താവിന്റെ വചനം പഠിക്കുന്ന അനേകരുണ്ടല്ലോ, അവരെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തിരുമേനിയുടെ കരങ്ങളിലേക്ക് അടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 2014 നിറവിന്റെ വർഷമായി, അനുഗ്രഹത്തിന്റെ വർഷമായി, അധികാരത്തിന്റെ വർഷമായി, അനുഗ്രഹത്തിന്റെ വർഷമായി ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കർത്താവ് കടന്നു വന്ന വചനം കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് ഈ ശനിയാഴ്ച പ്രഭാത സമയം ആ
അയ്യോ നഷ്ടമല്ല ലാഭമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അത് 1000 തലമുറ വരെ അനുഗ്രഹമാക്കി മാറ്റും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തരമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ പകർന്നുകൊണ്ട് ഞാൻ അവരെ അനുഗ്രഹിച്ചു കൈകാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അങ്ങ് മഹത്വമെടുക്കണം. പ്രാർത്ഥന ഘടകനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.